യൂറോപ്യൻ യൂണിയന്റെ ഭാവിക്ക് തന്നെ കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ ജനകീയ പ്രതിഷേധം അരങ്ങേറിയിരിക്കുകയാണ്. പ്രമുഖ ഫ്രഞ്ച് രാഷ്ട്രീയ നേതാവ് ഫ്ലോറിയൻ ഫിലിപ്പോട്ടിന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ വിടണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി മുന്നോട്ട് വെച്ചു. ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യൂറോപ്യൻ വിരുദ്ധ വികാരം സമീപകാലത്ത് രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക കാർഷിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ പുതിയൊരു വിപ്ലവമായി തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. പാരീസിലെ പ്രശസ്തമായ ചത്വരങ്ങളിൽ ഒത്തുകൂടിയ ജനസാഗരം ഫ്രാൻസിന്റെ ദേശീയ പതാകകൾ വീശിയും ഉറച്ച മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഫ്രെക്സിറ്റ്, യൂറോപ്യൻ യൂണിയൻ നശിക്കട്ടെ, നമുക്ക് ഫ്രാൻസിനെ സ്വതന്ത്രമാക്കാം തുടങ്ങിയ ശക്തമായ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ പ്രതിഷേധക്കാരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. റാലിക്കിടെ ചില ആവേശമൂത്ത പ്രതിഷേധക്കാർ യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക നീല പതാക പരസ്യമായി വലിച്ചു കീറിയത് ഫ്രാൻസിനുള്ളിൽ പാശ്ചാത്യ കൂട്ടായ്മയ്ക്കെതിരെ എത്രത്തോളം ശക്തമായ ജനരോഷമാണ് നിലനിൽക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവായി മാറി. ലെസ് പാട്രിയോട്സ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനായ ഫ്ലോറിയൻ ഫിലിപ്പോട്ട് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ അതീവ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ അഴിച്ചുവിട്ടത്. മാക്രോൺ ഫ്രാൻസിന്റെ ദേശീയ താൽപര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. യുക്രൈന് നൽകി വരുന്ന വൻതോതിലുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഫ്രാൻസിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു എന്ന വികാരം പ്രതിഷേധത്തിലുടനീളം പ്രകടമായിരുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും വലയുമ്പോൾ അതിർത്തികൾക്കപ്പുറമുള്ള യുദ്ധത്തിനായി കോടിക്കണക്കിന് യൂറോ വകമാറ്റുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് ജനങ്ങൾ വാദിക്കുന്നത്. ഈ വൻ പ്രതിഷേധത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം യൂറോപ്യൻ യൂണിയനും തെക്കേ അമേരിക്കൻ വ്യാപാര കൂട്ടായ്മയുമായ മെർക്കോസൂറും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന സ്വതന്ത്ര വ്യാപാര കരാറാണ്. ഈ കരാർ ഫ്രാൻസിന്റെ കാർഷിക മേഖലയെ പൂർണ്ണമായും തകർക്കുമെന്ന് ഫ്രഞ്ച് കർഷകരും സാധാരണ ജനങ്ങളും ഒരുപോലെ ഭയപ്പെടുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും ഇറച്ചിയും ഫ്രാൻസിലേക്ക് ഒഴുകിയെത്താൻ ഈ കരാർ കാരണമാകുമെന്നും ഇത് തദ്ദേശീയ കർഷകരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വാദം. യൂറോപ്യൻ യൂണിയന്റെ കർശനമായ പരിസ്ഥിതി നിയമങ്ങളും ഉദാരമായ ഇറക്കുമതി നയങ്ങളും കാരണം ഇതിനകം തന്നെ ഫ്രഞ്ച് കർഷകർ കനത്ത പ്രതിസന്ധിയിലാണ്. ഇതിനു പിന്നാലെ മെർക്കോസൂർ കരാർ കൂടി യാഥാർത്ഥ്യമായാൽ ഫ്രാൻസിലെ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നടിയും. തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായി വില ലഭിക്കാതെ കർഷകർ ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോൾ പാശ്ചാത്യ ഉദ്യോഗസ്ഥ മേധാവിത്വം തങ്ങളെ കോർപ്പറേറ്റുകൾക്ക് ഇരയാക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ട ചരിത്രപരമായ തീരുമാനത്തിന് ശേഷം യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഫ്രാൻസിലും സമാനമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ബ്രസൽസിലെ ഉദ്യോഗസ്ഥരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസ് കൂടി ഈ കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോയാൽ യൂറോപ്യൻ യൂണിയന്റെ തകർച്ച പൂർണ്ണമാകും. ഫ്രാൻസിന്റെ പരമാധികാരം യൂറോപ്യൻ യൂണിയൻ കവർന്നെടുക്കുന്നുവെന്ന നയപരമായ വാദവും ഫിലിപ്പോട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ, കുടിയേറ്റ നയം, സാമ്പത്തിക നിയമങ്ങൾ എന്നിവയെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം ഫ്രഞ്ച് പാർലമെന്റിന് നഷ്ടപ്പെടുകയും അത് ബ്രസൽസിലെ അപ്രധാനികളായ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് മാറുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഇമ്മാനുവൽ മക്രോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനകീയ പ്രക്ഷോഭം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിന്റെ ആഗോളവൽക്കരണ നയങ്ങൾക്കും യൂറോപ്യൻ അനുകൂല നിലപാടുകൾക്കും ഫ്രാൻസിലെ താഴെ തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ യാതൊരുവിധ പിന്തുണയുമില്ലെന്നാണ് ഈ റാലി തെളിയിക്കുന്നത്. ഫ്രാൻസിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന കറൻസിയായ യൂറോ തങ്ങളുടെ വാങ്ങൽ ശേഷി കുറച്ചുവെന്ന വിലയിരുത്തലിലാണ് അവരുള്ളത്. പഴയ ഫ്രഞ്ച് ഫ്രാങ്ക് നിലനിന്നിരുന്നെങ്കിൽ തങ്ങൾക്ക് ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാമായിരുന്നുവെന്ന് പല മുതിർന്ന പൗരന്മാരും വിശ്വസിക്കുന്നു. അതിർത്തി കടന്നുള്ള കുടിയേറ്റമാണ് ഫ്രെക്സിറ്റ് ആവശ്യപ്പെടുന്ന ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു ഘടകം. യൂറോപ്യൻ യൂണിയന്റെ ഓപ്പൺ ബോർഡർ നയം കാരണം ഫ്രാൻസിലേക്ക് അനിയന്ത്രിതമായി ആളുകൾ വരുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ സാംസ്കാരിക തനിമയെയും ആഭ്യന്തര സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും പ്രതിഷേധക്കാർ വാദിക്കുന്നു. ഈ പ്രക്ഷോഭം ഫ്രാൻസിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. മറൈൻ ലെ പെന്നിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ റാലി ഉൾപ്പെടെയുള്ള വലിയ പ്രതിപക്ഷ പാർട്ടികൾ പരസ്യമായി ഫ്രെക്സിറ്റ് ആവശ്യപ്പെടുന്നില്ലെങ്കിലും യൂറോപ്യൻ യൂണിയന്റെ നയങ്ങളിൽ കടുത്ത മാറ്റങ്ങൾ വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും പാരീസിലെ ഈ പതാക കീറൽ സംഭവങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.
യൂറോപ്യൻ യൂണിയന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാക്കുന്ന ഇത്തരം ജനകീയ കൂട്ടായ്മകൾ റഷ്യ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ വിരുദ്ധ ശക്തികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. യൂറോപ്യൻ യൂണിയനുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ യുക്രൈൻ യുദ്ധത്തിൽ നാറ്റോയുടെയും യൂറോപ്പിന്റെയും കൂട്ടായ തീരുമാനങ്ങളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പാശ്ചാത്യ സുരക്ഷാ വിദഗ്ധർ ഭയപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മാക്രോൺ ഭരണകൂടം കർഷകരുമായും മറ്റ് സംഘടനകളുമായും ചർച്ചകൾക്ക് തയ്യാറായേക്കാം. എങ്കിലും യൂറോപ്യൻ യൂണിയൻ വിടുക എന്ന അടിസ്ഥാന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഫ്ലോറിയൻ ഫിലിപ്പോട്ടും അദ്ദേഹത്തിന്റെ അനുയായികളും. പാരീസിൽ അരങ്ങേറിയ ഈ വൻ ജനമുന്നേറ്റം കേവലം ഒരു രാഷ്ട്രീയ റാലി മാത്രമല്ല, മറിച്ച് ഫ്രഞ്ച് ജനതയ്ക്ക് തങ്ങളുടെ ഭരണാധികാരികളോടും പാശ്ചാത്യ ഉദ്യോഗസ്ഥ ഭരണകൂടത്തോടുമുള്ള കടുത്ത വിശ്വാസത്തിന്റെ വിളംബരമാണ്. ഫ്രെക്സിറ്റ് എന്ന ആവശ്യം എത്രത്തോളം പ്രായോഗികമാണെന്ന കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതുയർത്തുന്ന ജനകീയ ചോദ്യങ്ങൾക്ക് മുന്നിൽ മക്രോൺ ഭരണകൂടത്തിനും യൂറോപ്യൻ യൂണിയനും അധികകാലം കണ്ണടച്ചിരിക്കാൻ സാധ്യമല്ല.